ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിത്തീയലാണ് കേട്ടോ. ഉള്ളിത്തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളതിന് നാളികേരം വറുത്തരക്കുകയാണ്. നാളികേരം വറുത്തരക്കണതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂണ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ഇടുന്നത് കേട്ടോ. എന്നിട്ടത് നന്നായി വഴറ്റി നല്ലോണം വഴന്ന് വന്നൊരു ബ്രൗൺ കളർ, നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് അത് അരച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഇനി അടുത്ത് തയ്യാറാക്കുന്നത്, നമ്മളത് പിന്നെ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. കുറച്ച് എണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം വേണം കടുക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് പൊട്ടി ശരിയായി കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് ചേർക്കാനുള്ളത് മുളകാണ് കേട്ടോ. വറ്റൽമുളക് നമ്മൾ എടുത്തിട്ടുള്ളത് 4 എണ്ണമാണ്. 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാനുള്ളത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ഒരു വലിയ ഉള്ളിയായിരുന്നു, ചെറിയ ഉള്ളിയാവുകൊണ്ട് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അത് കഷ്ണങ്ങളാക്കി 4 കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നന്നായി വഴറ്റി കൊടുക്കണം. അത് നന്നായി വഴറ്റി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും നല്ലോണം ഒന്നുകൂടിയും വഴറ്റിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ട്. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ചുടുവെള്ളത്തിലിട്ടിട്ട് അലിയിച്ചിട്ട് അത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തു എല്ലാം കൂടി. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതിലേക്കുള്ള അരപ്പാണ്. അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരപ്പാണ് അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത്. അരപ്പ് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കണം കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് ശരിയാക്കി വെക്കുക. എന്നിട്ട് അരച്ച ഇതിൻ്റെ ബാക്കി കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, നമ്മൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ നല്ല കുറച്ചും കൂടി വെള്ളം, 1 കപ്പ് വെള്ളമാക്കി നല്ലോണം കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് ഇളക്കി ചേർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്രേവി ആയിട്ട് തന്നെ അത് കിട്ടും, നല്ല ഗ്രേവി ആയിട്ട് കിട്ടും അപ്പോൾ അത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് കുറുകി വരുമ്പോൾ ഒന്നും കൂടി നല്ലോണം തിക്കായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റൗ ഓഫാക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല, ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യും കാണുന്നവരെല്ലാവരും കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.